സമയം ഒരു 5:30 ആവണുള്ളൂ. ഞങ്ങൾ ബാഗും പെട്ടികളൊക്കെ എടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അമ്മയും അച്ഛനുമാണ് കേട്ടോ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കണേ. സോ ഞങ്ങൾ പട്ടാമ്പിയാണ് ഇറങ്ങിയത്. ഇപ്രാവശ്യം ഷൊർണൂർ ഇറങ്ങിയില്ല. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മണിമാമയും വേഷമാമയും വന്നിട്ടുണ്ടായിരുന്നു. സോ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ കാറിൽ കയറി. പിന്നെ 6 മണിയൊക്കെ ആയതുകൊണ്ട് ചുറ്റും നല്ല കോടയൊക്കെ ആയിരുന്നു. സോ നല്ല രസമായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ പ്ലാമന്തോളുള്ള ഇന്ദിര മാമിൻ്റെ വീട്ടിലേക്ക് വിട്ടു. ആക്ച്വലി ഇന്ന് 2 കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഒരു കല്യാണം, ഒരു റിസപ്ഷൻ. കല്യാണം എൻ്റെ ഫാമിലിയെത്തിയും റിസപ്ഷൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയെത്തിയും ആയിരുന്നു. ഞങ്ങൾ നേരെ പോയത് വൈകുന്നേരം റിസപ്ഷനിലെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഈ പോണത് കല്യാണ ചെക്കൻ്റെ വണ്ടിയാണ് കേട്ടോ. ഞാനും അമ്മയാണെങ്കിൽ അയ്യോ പാവം രഞ്ജുവിൻ്റെ കണ്ണി നമ്മളായി എന്നുള്ള പോലെയായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് രഞ്ജുവേട്ടൻ്റെ വീട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഇന്ദിര മാമിൻ്റെ വീട്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു റിസോർട്ടിലാണ് നമുക്ക് വൈകുന്നേരത്തെ റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാനുള്ളത്. അതായത് രഞ്ജുവേട്ടൻ്റെ റിസപ്ഷൻ അവിടെയാണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. പക്ഷേ രാവിലത്തെ കല്യാണം പ്ലാമന്തോളന്നുള്ള വേറൊരു കല്യാണ മണ്ഡപത്തിലാണ്. പിന്നെന്താ വെച്ചാൽ എല്ലാം ഒരേ സ്ഥലത്തായതുകൊണ്ടും ഒരേ ഡേറ്റ് ആയതുകൊണ്ടും നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റി എന്നുള്ളതാണ് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഹോട്ടൽ. ഓക്കെ, അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ പ്ലാമന്തോളുള്ള നളപാകം വെജിറ്റേറിയൻ ഹോട്ടലിൻ്റെ മുന്നിലാണ്. രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാവുന്നതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം, കുളിക്കണം, റെഡി ആവണം, കല്യാണം കൂടണം. അമ്മു ചേച്ചിയൊക്കെ ഗുരുവായൂരിനായിരുന്നു താലികെട്ട്. സോ അവരിപ്പോൾ എന്താ പറയുക, അവരിപ്പോൾ ഓഡിറ്റോറിയത്തേക്ക് വരും. അപ്പോൾ അവരെത്തുന്നതിന് മുമ്പ് എനിക്ക് റെഡി ആയിട്ട് എത്തണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താവുമെന്നൊന്നും അറിയില്ല. എന്തായാലും വീട്ടിൽ പോയാൽ അപ്പം തന്നെ റെഡി ആവാൻ തുടങ്ങണം. സോ കല്യാണ വീട്ടിലെത്തി. ഇനിയിപ്പോൾ എന്താ, 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ റെഡി ആവണം, പോകണം. ഈ നെറ്റിപ്പാട്ട് അമ്മു ചേച്ചി ഉണ്ടാക്കിയതാ കേട്ടോ. അമ്മു ചേച്ചിയുടെ താമരകളാണ് താഴെയുള്ളത്. ആക്ച്വലി ടെറസിൽ കുറേ ഉണ്ടായിരുന്നു. അത് കാണിച്ചുതരാൻ വിചാരിച്ച് വന്നതായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഒഴിവാക്കി തോന്നുന്നു. പിന്നെ ഇതൊക്കെ ഞങ്ങൾ പണ്ട് നടക്കാൻ പോയിരുന്ന സ്ഥലങ്ങളാട്ടോ. സോ അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി. ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ് വരുന്നത്. ലൈക്ക് കസിൻ ചേച്ചിൻ്റെ കല്യാണമാണ്. അന്ന് രാവിലെ നാട്ടിലെത്തി കല്യാണം അറ്റൻഡ് ചെയ്യണം, പിറ്റേന്ന് തിരിച്ചു പോകണം. ഒരു ഷോർട്ട് ട്രിപ്പാണ്, പക്ഷെ വന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയ ട്രിപ്പും കൂടിയാണ്. ഇപ്പോൾ ഇവിടെ ആരും ഇല്ല, കാരണം ഗുരുവായൂർ വെച്ചിട്ട് കല്യാണം. സോ എല്ലാവരും അങ്ങോട്ട് പോയി. ഇപ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ എൻ്റെ 2 കസിൻസൊക്കെ ഇങ്ങോട്ട് എത്തും. സോ ഒരുമിച്ച് റെഡി ആവാമെന്നൊക്കെയാണ് പ്ലാൻ. ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്നറിയില്ല. പിന്നെ ഇന്നത്തെ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ അമ്മു ചേച്ചിൻ്റെ കല്യാണം അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ശ്രീഹരിയേട്ടൻ്റെ വീട് പോയി കാണണം. ആക്ച്വലി ശ്രീഹരിയേട്ടനെ കാണാനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെയായിട്ട് നേരിട്ട് മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. സോ ശ്രീഹരിയേട്ടൻ്റെ വീട് പോയി കാണണം. അത് കഴിഞ്ഞ് വൈകുന്നേരം വേറൊരു റിസപ്ഷൻ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഫ്രീ ആവും. പിന്നെ നാളെ അമ്മു ചേച്ചിൻ്റെ വിരുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ ബാക്ക് ടു ചെന്നൈ. അപ്പോൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് ആകുമ്പോൾ കുറച്ച് ബിസി ഡേ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ചൂസ് ചെയ്തത്. ആൻഡ് ദിസ് ഈസ് ഫോർ യു അമ്മച്ചി. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ആദ്യം കാണിക്കാം. ഓക്കെ കുട്ടേട്ടാ, ഈ റൂം ഞാൻ ഇങ്ങനെ എടുത്തോ. ഞാൻ ഹാഫ് സാരിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ചെന്നൈയിലുള്ള പോത്തീസ് ബ്യൂട്ടിക്ക് നിന്ന് വാങ്ങിയതാട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഈ കളർ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് സ്കേർട്ട്. ഇതിനൊരു ബെൽറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യണില്ല, മാറ്റി വെച്ചേക്കാം. ഞാൻ പിന്നൊക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ വന്നൊന്നിനും സമയം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. പിന്നെ ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരും. അത് കഴിഞ്ഞ് നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീയിലേക്ക് കിടക്കാം. ഓക്കെ, സോറി ഗൈസ്, അപ്പോൾ ഫോൺ വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് ഫോണൊന്ന് കയ്യിലെടുക്കണത്. അതിൻ്റെ ഇടയിൽ ഗെറ്റ് റെഡി വിത്ത് മീക്കൊന്നും സമയമേ കിട്ടിയില്ല. ഞങ്ങളാണെങ്കിൽ മേക്കപ്പ് പ്രോഡക്റ്റ്സൊക്കെ മാറി മാറി യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിലെത്തി. പ്ലാമന്തോളുള്ള കൈരളി കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പം ഇനി ബാക്കി കല്യാണ വിശേഷങ്ങൾ കാണാം. ഓക്കെ, കുട്ടേട്ടാ ഹായ്.
ഒരു വീഡിയോയിൽ എല്ലാവരും പെടുത്തുന്നുണ്ടേ. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഡെക്കറേഷനൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുരുവായൂരിന്ന് നമ്മുടെ വീട്ടുകാരും പിന്നെ ശ്രീഹരിയറിൻ്റെ വീട്ടുകാരൊക്കെ ഓൾറെഡി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഒരു സൈഡിൽ കുറച്ച് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മാറി. ഇവിടെ വന്നാൽ മതിയല്ലോ. ചുറ്റി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് അമ്മു ചേച്ചി. രാവിലെ ഗുരുവായൂർ സെറ്റും മുണ്ടുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഈ സാരി ഉടുത്ത് ഇങ്ങനെ റെഡിയായി. ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് വേറെ സാരി ഉടുത്തിട്ട് വേണം പോവാൻ. അങ്ങനെ നമ്മുടെ ബ്യൂട്ടീഷ്യൻ ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് എടുത്തു. ഞാനാണെങ്കിൽ എൻ്റെ വ്ളോഗിൽ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് എടുക്കുമായിരുന്നു. സോ അങ്ങനെ ചേച്ചീൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ്, വെഡ്ഡിങ് ലുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമറാമാൻ്റെ വക ബാക്കി ഫോട്ടോഷൂട്ടുകളായിരുന്നു. സോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ചേച്ചീനെ മണ്ഡപത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞു. നല്ല സദ്യയും കഴിച്ചു. ഇത് നമ്മുടെ അബിക്കുട്ടനാണ്. അബിക്കുട്ടൻ കല്യാണമൊക്കെ കഴിഞ്ഞ് പൂജാരീനെ പോലെ നടുവിലിരിക്കുന്നുണ്ടായിരുന്നു. അവൻ ആ തെങ്ങും പൂക്കുലയിൽ എന്താ കറുത്ത കളറും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ ചെയ്തു. ഈ റീല് ഞാൻ യൂട്യൂബ് ഷോർട്സിലിടാം കേട്ടോ. അങ്ങനെ മിന്നൂസ് നല്ല സൂപ്പറായ റീലൊക്കെ ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓടിയൊക്കെ നോക്കി. പക്ഷേ അവളുടെ പോലെ ഒന്നും ആക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് സ്ലോ മോഷനൊക്കെ ഇട്ടു. അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് പോസ്റ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല റീലായിട്ട്. പിന്നെ കറങ്ങി ലാസ്റ്റ് എനിക്ക് തലയൊക്കെ കറങ്ങാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ പരിപാടി നിർത്തി നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ അപ്പോഴേക്കും നമ്മുടെ അമ്മു ചേച്ചി പോകാനായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോറിയത്തിൻ്റെ മുന്നിലേക്ക് പോയി. തിരിഞ്ഞു നോക്കണില്ല. ഒരു കടി തരുമോ? അല്ലല്ലോ ഒരു അടി അതല്ലേ കിട്ടുള്ളൂ. ഒരു ഫ്ലൈങ് കിസ് തരുമോ കിച്ച? നമ്മളെങ്ങനെ ഫ്ലൈങ് കിസ് തരുമോ കിച്ച? എങ്ങനെ നമുക്ക് ഫ്ലൈങ് കിസ് പോവാ
ചേച്ചിനെ ഹരിയേട്ടൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കൂടി അവരുടെ വീട് കാണാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ. ഞങ്ങൾ കുട്ടികളെല്ലാവരും കാറിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി അങ്ങോട്ട് പോവാണ്. യൂട്യൂബ് വീഡിയോ അങ്ങനെ ഞങ്ങൾ ശ്രീഹരിയേട്ടൻ്റെ വീട്ടിലെത്തി. ഉള്ളിൽ അമ്മ ചേച്ചി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നേരം വണ്ടി ഓടിക്കും കുട്ടിയോ അവള് അങ്ങനെ ശ്രീഹരിയേട്ടൻ്റെ വീട് കണ്ടു. അവിടുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. അങ്ങോട്ടുള്ള വഴിയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. രണ്ട് സൈഡും നല്ല പാടമൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണത്. അത് കഴിഞ്ഞ് ഓടിപ്പോയി സാരി എടുത്ത് മേക്കപ്പൊക്കെ ഇട്ട് ഞാൻ രാവിലെ പറഞ്ഞ റിസപ്ഷന് പോവാണ്. ഇതൊക്കെ ഒരു ദിവസം തന്നെ നടന്ന കാര്യമാട്ടോ. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കേ വിശ്വാസമില്ല, ഈശ്വര എത്ര കാര്യങ്ങളൊക്കെ ഒരു ദിവസം ചെയ്തു എന്നുള്ളത്. എല്ലാം ഒരു ജഗപൊകയായിരുന്നു. എന്തായാലും ഓടിപ്പോയി റെഡിയായി ഇറങ്ങിയതാണ്. പക്ഷേ എനിക്ക് എൻ്റെ മേക്കപ്പ് ലുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ഞാനിങ്ങനെ വീഡിയോയിൽ പിന്നെ അത് കാണിച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് നല്ല ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ വീഡിയോസ് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ പെരും മഴയും. പിന്നെ നിറമേമേൻ്റെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്ന് മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ ഗ്യാപ്പിൽ പോയതാണ് റിസോർട്ടിലേക്ക്. പിന്നെ റിസോർട്ടോ എൻ്റെ അമ്മോ അതൊരു രക്ഷയില്ല, നല്ല അടിപൊളി സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് ഈ റിസോർട്ടിലേക്ക് വരുന്നത്. നല്ല വാട്ടർ ഫൗണ്ടെയിൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൈഡിൽ. അങ്ങനെ ഈ ഒരു ഫംഗ്ഷനോട് കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ, ഒരു ദിവസം കൊണ്ട് ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.